ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷം ഹർഷ മാമിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ കാരണം ഭയങ്കര സൗണ്ടായിരുന്നു പുറത്തുനിന്നുള്ളത്. അത് കാരണം കൊണ്ടിട്ടാണ് ഇപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒറൈൻ മോളിൽ പോകാമെന്നാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ മാമിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. മാമും മാമിൻ്റെ മകളും കൂടെ വരുന്നുണ്ട് നമ്മുടെ കൂടെ. അങ്ങനെ അവിടെ ഒരുപാട് ഷോപ്സിലൊക്കെ കയറിയെങ്കിലും ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഒന്ന് കറങ്ങാം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. അപ്പം നമ്മൾ ഏതാണ്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, പിന്നെ നമ്മളിവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് ആരെങ്കിലും വന്നതാണെങ്കിലോ പറയാൻ പറ്റുന്നില്ല. ചാൻസ് അതിന് തന്നെയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. പക്ഷെ അറിഞ്ഞില്ല. ആക്ച്വലി വിനീത് ശ്രീനിവാസൻ നമ്മളോട് പറയാണ്ടാണ് വരുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ടിക്കറ്റും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം കറങ്ങി നടന്ന് അതിൻ്റെ ടിക്കറ്റ് ഒപ്പിക്കാൻ ഞങ്ങൾ നോക്കി, പക്ഷേ കിട്ടിയില്ല. പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കും ദാ ഇപ്പോൾ പോയ ട്രെയിനും പിന്നെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഈ ട്രെയിൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുഖത്തുള്ള ഈ ഒരു ഭാവം. നമ്മൾ കുറച്ച് റീൽസൊക്കെ ചെയ്യണം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അമ്മിണീനെ കൂട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. പിന്നീട് കുറച്ച് അവിടെ തിരിഞ്ഞ് കളിച്ച് ഞങ്ങൾ നേരെ ലേക്ക് സൈഡിലോട്ട് പോയി. അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ സ്റ്റേജൊക്കെ വെച്ച് കവറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് ആളുകളൊക്കെ കൂടെ ഇവിടെ ഇങ്ങനെ തിക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആകെ മൊത്തത്തിൽ നമ്മൾ പോയ സ്ഥലത്തൊക്കെ ഒരുപാട് ആളുകളും റഷും കാരണം നമുക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് നിന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് അത് ചെയ്യുന്നത് കുറച്ച് അധികമായി പോവും എന്നുള്ളത് കൊണ്ടിട്ട് ഞാനത് ട്രൈ ചെയ്തില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിനെന്താ പേര് പറയാമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ തിക്കും തിരക്കും പോരാത്തതിന് പുറമെ അവർ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും മൈക്കും എല്ലാം ചെക്ക് ചെയ്യുന്നതിൻ്റെ ബഹളം അതൊന്നും വേറെ തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ പ്രോഗ്രാമൊക്കെ ഇതുപോലെ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അതിൻ്റെ മുന്നേയുള്ള ഈ പ്രിപ്പറേഷൻസ് ഉണ്ടല്ലോ, അത് ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആണ്. ആക്ച്വലി പ്രോഗ്രാം വന്നിട്ട് 6 മണിക്കാണ്. പക്ഷേ ഈ പ്രിപ്പറേഷൻസ് അവർ തുടങ്ങിയിരിക്കുന്നത് 4 മണിക്കൊക്കെയാണ് കേട്ടോ. അപ്പം അതൊരു കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മേ ബി ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടായിരിക്കാം. റീൽസ് ചെയ്യാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ഒറൈൻ മോളിൽ അതിന് പറ്റിയൊരു സ്ഥലം ഇല്ല എന്നാണ് നമ്മുടെ ഹർഷ മാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭവം അപ്പൊ നമുക്കൊരു സാധാരണ വീഡിയോ പോലും എടുക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല. ഒരു വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഞങ്ങള് ഇരുന്ന് കളിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇരുന്ന് കളിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഞങ്ങൾ ഇരുന്ന് കളിച്ചിട്ടുള്ളതാണ്. നല്ല തബല ഇരുന്ന് ചെയ്യാനും പറ്റില്ല. നിറയെ ആളുകളാണ്. ഇരുന്ന് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റീൽ ചെയ്യാന്നൊക്കെ വിചാരിച്ച് വന്ന നമുക്ക് എന്തായി, നമ്മുടെ ശശികളായി. നമുക്കൊരു ഇതേപോലൊക്കെ പോസ് ചെയ്യാം. കണ്ട വിനീത് ശ്രീനിവാസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കിവിടെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവര്. വിനീത് ശ്രീനിവാസൻ എത്തിയിട്ടില്ല ഗൈസ്. അത് 6 മണിക്ക് എത്തത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവരുടെ പാട്ടിൻ്റെ ഭയങ്കരമായ ശല്യം കാരണം, ശല്യം എന്നൊന്നും പറഞ്ഞ് കളിയാക്കല്ല കേട്ടോ, തൊട്ടടുത്തിരുന്ന് ഭയങ്കര കണ്ടിന്യൂസ്ലി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഇറിറ്റേഷൻ തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറേ പ്ലാനിലൊക്കെയാണ് വന്നത്, ഒന്നും നടക്കാത്തതിൻ്റെ ഇറിറ്റേഷനും കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു ശരി ഇനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മെല്ലെ വീട്ടിലേക്ക് വിടാമെന്നുള്ള ഒരു പ്ലാനിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്.
എവിടെ നിന്ന് കഴിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ കൺഫ്യൂഷൻ. കാരണം എപ്പോഴും നമ്മൾ മോളിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഫുഡ് കോർട്ടിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അവിടെ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം ഞങ്ങൾ താഴെ തന്നെ നോക്കിയപ്പം ഒരു ഇറ്റാലിയൻ ബേസ്ഡ് ആയിട്ടുള്ള ആ സ്റ്റൈലിലുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ദേ പിന്നെയും ഈ വണ്ടി, ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വണ്ടി. ഇതിനെക്കൊണ്ട് വല്ലാത്ത ശല്യമായിരുന്നു കേട്ടോ. എങ്ങനെയായാലും നമ്മളിതാ ആ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുവരെ നമ്മളാരും ഇറ്റാലിയൻ സ്റ്റൈൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് നോക്കിയപ്പം നമുക്കെന്തോ വൈൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് തോന്നി. കാരണം അവിടെ കണ്ടതൊക്കെ ഒരു വൈൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഒന്നുകൂടെ മുന്നോട്ട് നടന്ന് നോക്കുകയാണ്. കാരണം കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടോ, റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് രണ്ടുപേരും അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഉറപ്പായി എന്തായാലും റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്തായാലും വേണ്ടില്ല, ഇവിടുന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിതാ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കവരിതാ നല്ലൊരു പ്ലേസൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെയാണ് ഇരിക്കാൻ പോണത്. അപ്പം നമുക്ക് ഉള്ളിലിരിക്കേണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, കൺസേൺ ഉണ്ടായിരുന്നു. പുറത്തിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കഴിക്കാമെന്ന്. അപ്പോൾ ടോസ്കാനോ എന്നാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. എന്തായാലും നമ്മൾ നമ്മുടെ എന്താ പറയുക പുതിയൊരു വെറൈറ്റി ഇത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം യൂഷ്വലി നമ്മൾ ഈ ഇന്ത്യൻ ഫുഡ്, അറേബ്യൻ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇറ്റാലിയൻ കഴിക്കാൻ പോണത്. അപ്പോൾ ഇവർ മെനു കാർഡ് കൊണ്ടു തന്നു. അപ്പം ഇതിനകത്ത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സാധനത്തിൻ്റെ ഒന്നും പേരുകൾ വായിക്കാൻ പോലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു. പിന്നെ നമ്മളിതാ മൊത്തത്തിൽ ഒന്ന് മറച്ചൊക്കെ നോക്കി എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ സാധനങ്ങൾ കണ്ടു. പിന്നെ അറിയാവുന്ന കുറച്ച് പാസ്തയും പിzzയും സാധനങ്ങളൊക്കെയാണ്. അപ്പം അതും കുറച്ച് നോക്കി. അപ്പം എന്ത് കഴിക്കണം എന്നുള്ള ഭയങ്കരമായ കൺഫ്യൂഷനിലായിരുന്നു. എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് വേലയുടെ മാത്രമല്ല പേര് പോലും വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ. ഇപ്പൊ നമ്മൾ എന്താ വാങ്ങിച്ചിരിക്കുന്നത്, നമ്മള് പെസ്റ്റോ ഈ നോസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് മേടിച്ചത്. ഇവിടുത്തെ പിസ്സയുടെ ഒക്കെ പ്രൈസ് കണ്ടോ. അപ്പം കാശ് ഒത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് സീ. ഈ സാധനം വെച്ച് എനിക്ക് കഴിക്കാൻ അറിയത്തില്ലെങ്കിൽ ഈ സാധനമൊക്കെ തന്നെ. ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര മ്യൂസിക്കാണ്. അവർ വരുന്നതിന് മുന്നേയുള്ള ഫുൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പറഞ്ഞായിരുന്നോ? ഇല്ല. ആക്ച്വലി ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ്. നമ്മൾ എന്താ പറയുക, ഇതൊന്നും വെച്ച് കഴിച്ച് ശീലമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കെപ്പോഴും കൈ കൊണ്ട് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സ്പൂൺ പോലും ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഇന്നിതാ നമ്മൾ പണിയായുധങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. എപ്പോഴും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് നമ്മളിതാ ട്രൈ ചെയ്യാണ്. അപ്പം വൈകക്കുട്ടി ഫസ്റ്റ് ട്രൈ ചെയ്തു. അവളുടെ എക്സ്പ്രഷൻ കണ്ടറിയാം. അവൾ പറയുന്നത് പച്ച ബ്രെഡാണ് ഞാൻ കഴിച്ചതെന്നുള്ള ഫീലാണ് അവൾക്കെന്ന്. അപ്പോൾ എന്തായാലും സംഭവം നമ്മൾ ഇത്തിരി സോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് വലിയ രസമില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പിസ്സ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് കാണുമ്പം ഭയങ്കര വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഞാനിതിന് ചെറുതായിട്ടൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു കാശാണ് അവർ ഈ പിസ്സയ്ക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നത് കേട്ടോ. പോരാത്തതിന് കുറേ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ടോപ്പിങ്സ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ സാധാരണ ഡോമിനോസ് ഒന്നും അവിടെ നിന്ന് കഴിക്കുന്ന പോലെയല്ല. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഭയങ്കര യമ്മി ആയിരുന്നു. ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ വിനീത് ശ്രീനിവാസിൻ്റെ പ്രോഗ്രാം കാണാനുള്ള ആളുകളുടെ തിരക്കും നോക്കിന്ന് പിസ്സ കഴിച്ച സമയം പോയതറിഞ്ഞില്ല.
പിന്നീട് നമ്മൾ നേരെ എന്ത് ചെയ്തു, ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ബാസ്കിൻ റോബിൻസിൻ്റെ കൗണ്ടറിൽ വന്നിട്ട്, ഇത് നമ്മൾ കഴിക്കുന്നത് നേരെ ഫുഡ് കോർട്ടിൽ വന്നിട്ടാണ്. കാരണം താഴത്തൊന്നും ഐസ്ക്രീം കോർണേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു അടിപൊളി വേഫിൾസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം അതെങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മൾ ഇത്ര നേരം വെള്ളം കുടിക്കാത്തതുകൊണ്ട് ആക്ച്വലി അങ്ങനെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഓല ബുക്ക് ചെയ്ത് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.